ജോലി പോലും പോകുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ എച്ചാർമാരെ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. 10ാം ക്ലാസ് +2 ഡിഗ്രി ജോലിക്ക് വന്ന് എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്ന പ്രതീക്ഷ നിനക്കിത് പറ്റിയോടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എന്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ അവര് പറഞ്ഞു ഞാൻ അവളാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നത്. അവൾ ദേഷ്യം വരുമ്പോൾ അവൾ ഭയങ്കര അവൾക്ക് അമ്മയ്ക്ക് പറയും അച്ഛനും പറയും അവൾ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്. അവൾക്ക് കൈ കിട്ടിയൊക്കെ എടുത്ത് നോക്ക് ഉണ്ടോ? ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ലോ. അടിച്ചതിന്റെ പാടല്ല, പക്ഷെ എന്തിന്റെ പാടാണത്? ഇത് അടിച്ച പാടാണ് മൊത്തം. ഇത് അവൾ എന്തൊക്കെ കാണിച്ചാണ്. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണ്. അല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ലേ, ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവിടെ തന്നെ തെള്ളി ഞാൻ താഴെ പീഡിച്ചാണ്. താഴെ പീഡിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ്ങിട്ടുകൊണ്ടിരുന്നു. എടാ, നിന്റെ മോന്ത കണ്ടാലറിയാ നീ ഒരു പെരുങ്കള്ളനും ആ കൊച്ചിനെ കൊന്നത് നീയാണെന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. നീ എന്ത് പൊറോട്ട് നാടകം കളിച്ചാലും നാട്ടുകാർക്ക് അറിയാം നീയാണ് കൊന്നത് എന്ന്. നീ കസേരയ്ക്ക് എടുത്ത് എന്തോ പറഞ്ഞു, ആദ്യം പറഞ്ഞു അവളെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞു. എന്തിനാടാ മൊട്ടത്തലയാ ഇങ്ങനെ പറയുന്നത്? ഇപ്പൊ തന്നെ നീ ആ കുഞ്ഞിന്റെ എനിക്ക് പരാതി ഇല്ല എന്ന് പറയണതിന് മുന്നേ ആ കുഞ്ഞ് എന്നെ അടിച്ചു, എന്നെ ഇടിച്ചു, എന്നെ ബാത്റൂമിൽ തള്ളി എന്നുള്ളതാണ്. ഒരു ജീവനാണ് പോയത് അല്ലേ? ഒരു ജീവൻ പോയിട്ട് പോലും അവിടെ നിന്റെ ജോലി പോകുവോ? എന്നെ ഇവിടെ ഇടിച്ചു, എന്നെ നുള്ളി മാന്തി പറിച്ചു എന്നൊക്കെ പറയണു. എന്തിനാടാ ഒരു ജീവൻ പോയിട്ട് പോലും അതിനെ കുറ്റപ്പെടുത്തുന്ന നിന്റെ വാക്കിലൂടെ അറിയാം നീയാണ് കൊന്നത് എന്ന്. മനസ്സിലായില്ലേ? എനിക്ക് വേറൊന്നും ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, എല്ലാവരുടെ അടുത്തും ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഇവൻ ഇവിടെ ഈ ദുബായില് ഷാർജയിൽ വെച്ചിട്ടാണ് കൊന്നത് അല്ലേ? അപ്പൊ ആ കൊന്നപ്പോ ഇവൻ ഇവിടെയല്ലേ അതിന്റെ നിയമ നടപടികൾ നടത്തേണ്ടത് എന്നാണ് എന്റെ ഒരു ചോദ്യം. എന്തിനാണ് നാട്ടിലേക്ക് കടത്തിവിടുന്നത്? നാട്ടിലേക്ക് കടത്തിവിട്ട ഒരാൾക്ക് നീതി കിട്ടിയിട്ടില്ല. എല്ലാവരും പുറത്തിറങ്ങലല്ലേ പണി. ഇപ്പൊ പഴനിച്ചാമി എന്തിയേ? അവന് തുകയേറുണ്ടാക്കിയ ഇവിടെയല്ലേ ഈ കുട്ടി മരിച്ചത്? ഈ അതുല്യ എന്ന് പറയുന്ന വ്യക്തി ഇവിടെയല്ലേ മരിച്ചത്? അപ്പൊ ഇവിടെയല്ലേ ആ കുട്ടിക്ക് നീതി കിട്ടേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനെ ആ നാട്ടിക്ക് വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ മൊട്ടത്തലയും പ്രാന്തനും നാട്ടിക്ക് വിടാൻ പാടില്ല എന്ന് പറയണത്. അവന്റെ ജോലി പോകുവോ? എന്നെ ഇടിച്ചു, എന്നെ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അവൻ തന്നെ എനിക്ക് തോന്നുന്നു ആ പാടുകളൊക്കെ അവൻ തന്നെ സിഗരറ്റും കൊണ്ട് കുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിയിട്ട് ആക്കിയതെന്നാണ്. ഇവന്റെ കൈ കൊണ്ട് തന്നെയാണ് ആ കുട്ടി മരിച്ചത് എന്നുള്ളത് 100% ഇവന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവൻ അങ്ങാണ്ട് പറഞ്ഞു എനിക്ക് ഒരു കീയേ ഉള്ളൂ എന്ന്. ഒരു കീയേ ഉണ്ടാവുള്ളൂ, എനിക്കറിയാൻ പാടിഞ്ഞിട്ട്. ഇനി ഒരു കീ ആണോ ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ പൂട്ട് മാറ്റിയിട്ട് വേറെ ഇടാലോ. നീ പൂട്ടി ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളത് നിന്റെ വാക്കിൽ എന്നെ പറഞ്ഞു. പിന്നെ നീ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു, ആ കുട്ടി എനിക്ക് ചോറ് വെച്ച് തരില്ല, അത് വെച്ച് തരില്ല, ഇത് വെച്ച് തരില്ല എന്നൊക്കെ നീ പറഞ്ഞു. പിന്നെ ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോ നിന്റെ വാക്കിൽ കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? ആ കൊച്ചു വെച്ച് തന്ന ആ ആഹാരം പോലും വളിച്ചിട്ട് അവിടെ കിടക്കുവാണ്. ഞാൻ എങ്ങനെ അത് കഴിക്കും എന്ന് നീ ആദ്യത്തെ ഇന്റർവ്യൂവിൽ മരപ്പൊട്ട മൊട്ടത്തലയാ നീ പറഞ്ഞിരുന്നു. എന്നിട്ട് അടുത്തത് നീ നിന്റെ റൂമിൽ നിന്നിട്ടാണ് ഒരു വീഡിയോ ഇട്ടതിൽ പറയാണ് എനിക്ക് അവള് ചോറ് വെച്ച് തരാറേയില്ലാന്ന്. അപ്പൊ ഡബിള് ഇതേതാ വിശ്വസിക്കേണ്ടത്? ആദ്യം പറഞ്ഞു ആ കൊച്ചു വെച്ച് തന്ന ആഹാരം റൂമിൽ കിടക്കണ്ട് വളിച്ചിട്ട് ഞാൻ എങ്ങനെ കഴിക്കും എന്ന് നീ പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീഡിയോയില് അടുത്ത വീഡിയോയില് നിനക്ക് ആദ്യം പറഞ്ഞത് മറന്നുപോയി. അപ്പൊ അടുത്തതിൽ പറയണ് ആ കൊച്ച് എനിക്ക് പ്രഗ്നന്റ് അബോർഷൻ ആയതിന്റെ ശേഷം അവള് വേറെ കിടക്കണം, എനിക്ക് ഒന്നും വെച്ച് തരാറില്ല, ഒരു ഭക്ഷണം വെച്ച് തരാറില്ല എന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു. ഏതാടാ വിശ്വസിക്കുക? ഒരു കീയേ ഉള്ളൂ എന്ന് നീ പറയുന്നുണ്ട്. അതിൽ നീ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ പൂട്ടിയിട്ട് പോകുന്നു പറഞ്ഞിട്ട് അപ്പോഴേ നീ മാറ്റി ചേഞ്ച് ചെയ്തു. ആ കൊച്ചു പൂട്ടിയിട്ട് പുറത്തു വെച്ചു. ശരി, ആ കുട്ടി പൂട്ടിയിട്ട് പുറത്തു വെച്ച് ഇപ്പൊ നീ പല തവണ മാറ്റി പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞു നിന്റെ കൈലിയിലാണ്, നിന്റെ ലുങ്കിയിലാണ് തൂങ്ങിയതെന്ന് പറഞ്ഞു. അടുത്തത് നീ പറയണു ഞാൻ വരുമ്പോഴേക്കും ഡോറ് തുറന്നു കിടക്കണമെന്ന്. ആ കുട്ടി പൂട്ടി ചാവി പുറത്തും വെച്ചിട്ടുണ്ട്, അത് തുറന്നു കിടക്കണമെന്ന് നീ തന്നെ പറയണു. അത് കഴിഞ്ഞ് ലുങ്കിയിലാണ് കെട്ടിത്തൂങ്ങിയെന്ന് നീ പറഞ്ഞു. ആദ്യത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കണം. അവന്റെ ലുങ്കിയിലാണ് ആ കൊച്ചു തൂങ്ങിയെന്നാ പറഞ്ഞത്. ആ ലുങ്കിയിൽ എങ്ങനെ തൂങ്ങുന്ന എനിക്കറിയത്തില്ല. അവന്റെ ലുങ്കി അത്രമാത്രം നീളത്തിലാണ് കിടക്കണ ഒരു ലുങ്കിന്റെ നീളം അത്ര ഉണ്ടാവും. ഓക്കെ, മരപ്പൊട്ടനാണ് അവൻ പറയുന്നതൊക്കെ. അവന്റെ വാക്കിൽ തന്നെ അറിയാം അവനാ കൊന്നതെന്ന് അവൻ തന്നെ വിളിച്ചു പറയണ്ട്. എന്നിട്ട് അടുത്തത് പറയുന്നത് ആ കയറിൽ ഞാനും തൂങ്ങിയെന്ന്. ആദ്യം പറഞ്ഞു ലുങ്കിയിൽ തൂങ്ങിയെന്ന്. ഇവന്റെ ലുങ്കിയിലാണ് തൂങ്ങിയതെന്ന് പറഞ്ഞു.
പിന്നെ അവൻ വന്നിട്ട് പറഞ്ഞു ഞാൻ അതിന്റെ ഒരു കയറിന്റെ അറ്റത്ത് ഞാനും തൂങ്ങി. അപ്പൊ കയറിലാണോ തൂങ്ങിയത്, ലുങ്കിയിലാണോ തൂങ്ങിയത്? ഇവന്റെ പല പല ഇന്റർവ്യൂവിലും പല പല വാക്കുകളിലൂടെ മനസ്സിലാകാൻ ഇവൻ തന്നെ കൊന്നത് എന്ന്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, 2-3 ദിവസമായിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്ന വാക്കുകളെല്ലാം വ്യത്യസ്തമാണ്. തലേ ദിവസം ഈ കൊച്ച് പോയിട്ട് അനിയത്തിയുടെ ആരോ കസിന്റെ വീട്ടിൽ പോയി ബർത്ത്ഡേ ആഘോഷിച്ചു വന്ന് 11:30 വരെ അവർക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു എന്ന് അവരുടെ കസിൻ എന്നെ പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഇവൻ പറയണു ഇവൻ പുറത്തുപോയി, ഇവള് പൂട്ടി അകത്തിരുന്നു എന്ന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ പറയണു ബർത്ത്ഡേക്ക് പോയിന്ന്. ഇവൻ പറയണതിൽ ഒന്നും ഒരു ലോജിക്കില്ല. ഇവന്റെ ഈ വർത്താനത്തിലൂടെയും ഈ കള്ളലക്ഷണത്തോടെയും പിന്നെ അതുമല്ല ആ കൊച്ചു മരിച്ചു പോയിട്ട് പോലും ആ കൊച്ചെന്നെ കുത്തി നോവിച്ചു, എന്നെ തള്ളിയിട്ടു, ബാത്റൂമിൽ ഞാൻ വീണു, എന്റെ ദേഹത്ത് മുഴുവൻ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു മരിച്ച വ്യക്തി മരിച്ചു പോയി. ആ വ്യക്തിയെ കുറിച്ച് വളരെ മോശമായിട്ട് കുറ്റം പറയുന്ന ഇവന്റെ ഈ മൊട്ടത്തലയും കഷണ്ടി ഇവന്റെ വർത്താനത്തിലൂടെ, ഈ പെരുങ്കള്ളന്റെ വർത്താനത്തിലൂടെ മനസ്സിലായി ഇവനെ കൊന്നതെന്ന്. അതുകൊണ്ട് നാട്ടിലേക്ക് കടത്തിവിടാതെ ഇതിന് ഇവിടെ തന്നെ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് ഞാൻ പറയുകയുള്ളൂ. അത്രയും ഇവിടത്തതിനെക്കാട്ടിലും ശിക്ഷകള് ഒരെവിടെയും കിട്ടത്തില്ലെന്ന് പറയും. ഇവിടെയാണ് ആ കൊച്ചു മരിച്ചത്. ആ കൊച്ചിന്റെ അതിന് നീതി കിട്ടുവാണെങ്കിൽ അത് ഇവിടെ കിട്ടണമെന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് പറയേണ്ടുള്ളൂ. ഇവ എന്താ ഇവന്റെ ജോലി പോകുവോ? എന്തൊക്കെ ഇതാണ് അവന്. ഒരാള് മരിച്ചുപോയി, എന്നിട്ട് അവന്റെ കണ്ണിന്ന് ആ ഒരു പട്ടി ഷോ കാണിക്കുമ്പോഴും അവന്റെ കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം വരുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കണം. ഒരു തുള്ളി വെള്ളം കണ്ണിന്ന് ഇറ്റുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് എനിക്കൊരു പരാതി ഇല്ലാന്ന്. ആ കൊച്ചിന് ഇത്രയേറെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് എന്നിട്ട് കസേര പൊക്കി പിടിക്കണതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കസേര അടിക്കുന്നത് കണ്ടില്ല. അടിക്കുമ്പോഴേ ഫോൺ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നോ? കസേര പൊക്കി പിടിക്കുമ്പോ നീ അറിയാതെ നിന്റെ വീഡിയോ എടുക്കാൻ ആ കൊച്ചിന് പറ്റി. ദൈവം ആ കുട്ടിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. കാലനെ പോലെ നീ വന്നല്ലോ, കാലനെ പോലെ. എടാ ഞാൻ പറയണേ, എല്ലാവരോടും പറയണേ, എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇഷ്ടമില്ല അമ്മേ, എനിക്ക് ഇവിടെ പീഡനം നടക്കുകയാണ് എന്ന് പറഞ്ഞ് ചങ്കു പൊട്ടിയിട്ട് മെസ്സേജ് അയക്കുമ്പോ പിന്നെ ഒന്നും നോക്കാനില്ല. പണ്ടൊന്നും അതും ഇല്ല. എഴുത്തിലൊക്കെയാണ് പറയണേ എനിക്ക് ഇവിടെ ഇങ്ങനെയാണ്. ആ എഴുത്ത് കിട്ടി നമ്മുടെ വീട്ടിൽ എത്തുമ്പോഴേക്ക് എത്രയോ ദിവസങ്ങളാവും അല്ലേ? അതൊന്നും അല്ല. ഇപ്പൊ നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കണം, അമ്മ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ആ ജീവനിൽ കൂടുതൽ ഒന്നും വരാനില്ല. അഭിമാനം, മാനം ഒന്നും നോക്കാനില്ല. ഒരു ജീവൻ പോകുന്നതിന് കൂടുതൽ ഒരു അഭിമാനവും ഇല്ല എന്നെനിക്ക് പറയാം. അയ്യോ എന്റെ കുടുംബം, എന്റെ കുട്ടികളെ, അല്ലെങ്കിൽ എന്റെ എന്താണ് അഭിമാനം എന്നൊക്കെ പറയുന്നതൊന്നുമില്ല. ഒരു ജീവനാണ് ഏറ്റവും വലുത്. ആ ജീവനിൽ കൂടുതൽ ഒരു അഭിമാനവും ഇല്ല. അപ്പൊ എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാവരോടും പറയാനുള്ളത്, ഒന്നിച്ച് യോജിച്ചു പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ ആ മക്കളുടെ കൂടെ കൂട്ടണം. സ്വന്തം മക്കളിലും വലുത് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവനായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ വർഷങ്ങളോളം ഒന്നും വേണ്ട. ആ നിമിഷം കൂട്ടിയിട്ട് വരണം. സമാധാനത്തിൽ കുറച്ച് കഞ്ഞിയെങ്കിലും കുറിച്ച് വീട്ടിൽ ഇരുത്തുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എത്ര കൊല്ലമാണ് ഈ അതുല്യ എന്ന് പറയുന്ന കൊച്ച് അവിടെ വേദനിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുക. അച്ഛനുണ്ടല്ലോ, വീട്ടുകാരുണ്ടല്ലോ, കുടുംബം ഉണ്ടല്ലോ, മാനം ഉണ്ടല്ലോ, എന്റെ കുട്ടികളെ ഓർത്തിട്ട് ആരും ഓർക്കണ്ട. അവനവന്റെ ജീവനെ ഓർക്കുക. അവനവന്റെ ജീവനെ ഓർക്കുമ്പോ ഒന്നും തോന്നത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? ഒരു കാര്യം നമുക്ക് തോന്നുന്നത് നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളിന്റെ ജീവനിൽ കൂടുതൽ ഒരു അഭിമാനവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ല? ആ ജീവന് നമുക്ക് എവിടെ ഏത് രീതിയിലും നമുക്ക് നമ്മുടെ സുരക്ഷിതത നോക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് സ്വത്ത്, മുതല്, അഭിമാനം, മാനം ഇതൊക്കെ ഒന്നും ഒരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഇത്രയും ക്രൂരത അനുഭവിച്ചിട്ട് ആ കൊച്ച് അവിടെ കിടക്കണമെങ്കിൽ അതിന്റെ ജീവൻ പോയി. ഇനിയെങ്കിലും മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, വേണ്ട, ഒന്നും വേണ്ട. മക്കളിനെ കെട്ടിക്കുച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ചക്കയല്ലല്ലോ ചൂന്ന് നോക്കാനായിട്ട്.